വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ ദിവസം വയനാട്ടിലെ മുണ്ടക്കയിലും അതുപോലെ തന്നെ ചൂരൽമലയിലും സംഭവിച്ച ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലിലും ഇതുവരെയായിട്ട് ഏകദേശം 300ഓളം പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളാണ് മരണപ്പെട്ടിട്ടുള്ളത്. അതിൽ തന്നെ അത്രത്തോളം തന്നെ ആളുകളെ കാണാതാവുകയും അതുപോലെ തന്നെ നിരവധി ആളുകൾക്ക് വീടുകളും ഉറ്റവരെയും ഉടവരെയും നഷ്ടപ്പെടുകയും ചെയ്തതിനെ പറ്റിയൊക്കെ നമുക്ക് കഴിഞ്ഞ ദിവസം വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ഈ മലയോര പ്രദേശങ്ങളിൽ തുടർച്ചയായി ഇത്തരത്തിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടാകുന്നത് എന്നതിനെപ്പറ്റി പല ഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തങ്ങളായ പല അഭിപ്രായങ്ങളും ഉയർന്നു വരുമ്പോൾ ഈ ദുരന്ത സമയത്ത് കേരളക്കരയ്ക്ക് വിസ്മരിക്കാൻ പറ്റാത്ത ഒരാളുണ്ട്. ഏകദേശം 14 വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ, തുടർച്ചയായ ദുരന്തങ്ങൾ നമ്മെ കാത്തിരിക്കുന്നുണ്ടെന്ന് ആവർത്തിച്ച് അടിവരയിട്ട് പറഞ്ഞ പ്രമുഖ പാരിസ്ഥിതിക വിദഗ്ധനായ മാധവ് ഗാഡ്ഗിൽ അദ്ദേഹം 2013 പറഞ്ഞ വാക്കുകളുടെ പ്രസക്തി ഇപ്പോഴാണ് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലായത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ കടമെടുത്ത് പറയുകയാണെങ്കിൽ, പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും നടപടികൾ എടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വളരെ വലിയ ദുരന്തങ്ങളാണ്. അതിന് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ യുഗങ്ങളൊന്നും ആവശ്യമില്ല, 4-5 വർഷം മതി. അന്ന് ഞാനും നിങ്ങളുമൊക്കെ ജീവനോടെ തന്നെ ഉണ്ടാകും. അപ്പോൾ ആരാണ് കള്ളം പറയുന്നതെന്നും ആരാണ് ജനങ്ങളെ ഭയപ്പെടുത്തുന്നതെന്നും നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുമെന്നാണ് അദ്ദേഹത്തിൻ്റെ അന്നത്തെ ആ വാക്കുകൾ. ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ പാരിസ്ഥിതിക വിദഗ്ധരിലൊരാളും ലോകം വളരെ ആദരവോടെ നോക്കിക്കാണുന്ന പ്രമുഖ പരിസ്ഥിതി വിദഗ്ധനുമായിട്ടുള്ള മാധവ് ധനഞ്ജയ് ഗാഡ്ഗിൽ 2019 കേരള ജനതയോട് അന്ന് പറഞ്ഞ ആ വാക്കുകൾ ഇന്ന് അറം പറ്റുന്ന കാഴ്ചയാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് അദ്ദേഹത്തെ ശത്രുവായും അതുപോലെ തന്നെ വിഡ്ഢിയായും കണ്ടിരുന്നവരും അദ്ദേഹത്തിൻ്റെ വാക്കുകളെ വെറുപ്പോടെയും ശ്രമിച്ചിരുന്ന ആളുകൾക്ക് ഇന്ന് മിണ്ടാട്ടമില്ലാതെ എല്ലാം ദൈവത്തിൻ്റെ മുകളിൽ പഴിച്ച് മിണ്ടാതിരിപ്പാണ്. മഴ വർഷിപ്പിക്കുന്നത് ദൈവമാണെങ്കിലും ചില ആളുകളുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മൂലം തന്നെയാണ്, മനുഷ്യനിർമ്മിതം തന്നെയാണ് ഇത്തരം അപകടങ്ങളെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ചില പ്രമുഖരുടെ പിടിവാശി മൂലമാണ് അന്ന് ഗാഡ്ഗിൽ സമിതി സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ട് നടപ്പാക്കാതെ ഭൂമാഫിയക്കാരെയും അതുപോലെ തന്നെ റിസോർട്ട് മാഫിയക്കാരും ഉദ്ദേശിച്ച പല കാര്യങ്ങളും നടപ്പാക്കാൻ സാധിക്കില്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കിയ അവർ കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പാക്കാനാണ് പരിശ്രമിച്ചത്. ചില റിസോർട്ട് മുതലാളിമാരെയും അതുപോലെ തന്നെ എസ്റ്റേറ്റ് മുതലാളിമാരെയും അതുപോലെ തന്നെ കോർപ്പറേറ്റ് മുതലാളിമാരെയും സംരക്ഷിക്കുന്ന നിലപാടാണ് അന്നത്തെ നേതാക്കന്മാരുടെയും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരുടെയും എല്ലാം ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അവർ നേരിട്ടും അല്ലാതെയും ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ ഗാഡ്ഗിലിനെതിരെ അന്ന് നടത്തിയതെല്ലാം വാർത്തകളായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട പല പ്രതിഷേധങ്ങളും നമ്മൾ മാധ്യമങ്ങളിലൂടെ എല്ലാം അന്ന് കണ്ടിട്ടുള്ളതാണ്. പശ്ചിമഘട്ടത്തിൻ്റെ സംരക്ഷണമാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പശ്ചിമഘട്ടത്തിൻ്റെയും തൊട്ടടുത്ത പ്രദേശങ്ങളിലെയും പാരിസ്ഥിതിക തകർച്ചയുടെ പശ്ചാത്തലത്തിലാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് രൂപപ്പെടുന്നത്. തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് തപതി തീരം വരെ നീണ്ടുകിടക്കുന്ന പാരിസ്ഥിതിക ആവാസ വ്യവസ്ഥയാണ് പശ്ചിമഘട്ടം എന്ന് പറയപ്പെടുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന 6ഓളം സംസ്ഥാനങ്ങളും ഉൾപ്പെടുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് നമ്മുടെ കൊച്ചു കേരളം ഉൾപ്പെടെ തമിഴ്നാട്, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് തുടങ്ങിയ ഏതാണ്ട് 25 കോടിയോളം ജനങ്ങൾ അധിവസിക്കുന്ന ഒരു വളരെ വലിയ ഒരു ആവാസ വ്യവസ്ഥയാണ് ഈ പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനം തന്നെയാണ് നമ്മുടെ കൊച്ചു കേരളത്തിനുള്ളത്. ദക്ഷിണേന്ത്യയുടെ ജലസ്രോതസ്സും അതുപോലെ തന്നെ ജൈവ വൈവിധ്യങ്ങളുടെ കലവറയുമാണ് യഥാർത്ഥത്തിൽ പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. അറബിക്കടലിൽ നിന്ന് വരുന്ന നീരാവി നിറഞ്ഞ കാറ്റിനെ തടഞ്ഞു നിർത്തി വർഷാവർഷങ്ങളിൽ നമുക്ക് മഴ പെയ്യിപ്പിക്കുന്നത് ഈ പശ്ചിമഘട്ടം മലനിരകളാണ്. പരിസ്ഥിതി ലോലമായിട്ടുള്ള ഈ പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതിയെപ്പറ്റി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായിട്ട് 2010 അന്നത്തെ കേന്ദ്ര പരിസ്ഥിതി മന്ത്രിയായിരുന്ന ജയറാം രമേശ് പ്രശസ്ത പരിസ്ഥിതി വിദഗ്ധനായിരുന്ന മാധവ് ഗാഡ്ഗിലിൻ്റെ നേതൃത്വത്തിൽ 14ഓളം അംഗങ്ങളുള്ള ഒരു വിദഗ്ധ സമിതിയെ ഇതിനായിട്ട് നിയോഗിച്ചത്. അതിൽ മാധവ് ഗാഡ്ഗിൽ ഉൾപ്പെടെ പ്രധാനപ്പെട്ട ആളുകളെന്ന് പറയുന്നത് BJ കൃഷ്ണൻ, അതുപോലെ തന്നെ ഡോക്ടർ KN ഗണേശയ്യ, ഡോക്ടർ VS വിജയൻ, പ്രൊഫസർ R സുകുമാരൻ, ഡോക്ടർ ലിജിയ നറോൻഹ, അതുപോലെ തന്നെ വിദ്യ S നായിക്, ഡോക്ടർ DK സുബ്രഹ്മണ്യം, ഡോക്ടർ RV വർമ്മ, അതുപോലെ തന്നെ പ്രൊഫസർ CP ഗൗതം, ഡോക്ടർ നവൽഗുണ്ട്, ഡോക്ടർ GV സുബ്രഹ്മണ്യം എന്നിങ്ങനെ പ്രശസ്തരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടുന്ന ഒരു സമിതിയാണ് ഇതിനെപ്പറ്റി അന്വേഷിക്കാനായിട്ട് ജയറാം രമേശ് അന്ന് ചുമതലപ്പെടുത്തിയിരുന്നത്.
ഈ സമിതിയുടെ അധ്യക്ഷനായിരുന്നു മാധവ് ധനഞ്ജയ് ഗാഡ്ഗിൽ. മഹാരാഷ്ട്ര, ഗോവ, കർണാടക, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിലൂടെ അറബിക്കടലിന് സമാന്തരമായി കടന്നുപോകുന്ന ഏതാണ്ട് 1490 കിലോമീറ്ററോളം ദൈർഘ്യവും 48 മുതൽ 210 കിലോമീറ്റർ വരെ പരമാവധി വീതിയും 1,29,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുമുള്ള വിധേയമായിട്ടുള്ളത്. കേരളത്തിലെ 75 താലൂക്കുകളിൽ നിന്നായിട്ട് 25 എണ്ണമാണ് പരിസ്ഥിതി ലോലമായിട്ട് ഈ സമിതി തിരിച്ചറിഞ്ഞത്. സമിതി പരിഗണിച്ച കേരളത്തിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ പ്രധാനപ്പെട്ടതെല്ലാം മണ്ടക്കൽ, പനത്തടി, പൈതൽമല, ബ്രഹ്മഗിരി, തിരുനെല്ലി, വയനാടിൻ്റെ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ വയനാട്ടിൽ ദുരന്തം സംഭവിച്ചിട്ടുള്ള വയനാടിൻ്റെ പ്രശസ്തമായ ഭാഗങ്ങളായിട്ടുള്ള കുറുവ ദ്വീപ്, കുറ്റ്യാടി, പെരിയ, കൽപ്പറ്റ, നിലമ്പൂർ, മേപ്പാടി, അതിൽ മേപ്പാടി ഭാഗങ്ങളിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിട്ടുള്ള വലിയ മണ്ണിടിച്ചിലും അതുപോലെ തന്നെ കുത്തൊഴുക്കും ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ സൈലൻറ്റ് വാലി, മണ്ണാർക്കാട്, ശിരുവാണി, മുത്തുകുളം, അതുപോലെ നെല്ലിയാമ്പതി, പറമ്പിക്കുളം, പീച്ചി, വാഴാനി, പൂയംകുട്ടി, തട്ടേക്കാട്, മൂന്നാർ, ഇരവിക്കുളം, ചിന്നാറ്, അവിടുത്തെ ഏലമലക്കാടുകളും, പെരിയാറ്, റാന്നി, കോന്നി, അതുപോലെ തന്നെ കുളത്തുപുഴ, തെന്മല, അഗസ്ത്യമല, നെയ്യാർ, പേപ്പാറ തുടങ്ങിയവയാണ് അന്ന് ഈ സമിതിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ മലയോര പ്രദേശങ്ങളിൽ പ്രധാനമായും പരിസ്ഥിതി ലോല പ്രദേശങ്ങളായി കണ്ടെത്തിയത്. അന്ന് അദ്ദേഹം വികസന വിരോധിയാണെന്നും അത് ടൂറിസ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുമെന്നും പറഞ്ഞ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ള നിരവധി ആളുകളാണ് കലാപവുമായിട്ട് ഗാഡ്ഗിലിനെതിരെയായിട്ട് വന്നത്. അന്ന് തന്നെ അദ്ദേഹം അതിനെ പറ്റിയിട്ടുള്ള ഗൗരവം സാധാരണക്കാരായ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. ഇത് വരാൻ പോകുന്നത് അധികം കാലമൊന്നും എടുക്കാതെ വലിയ വലിയ ദുരന്തങ്ങൾക്കാണ് ഇത്തരത്തിലുള്ള ഈ കൺസെഷൻ, അതുപോലെ തന്നെ ഈ ഭൂമാഫിയുടെയും അതുപോലെ തന്നെ ഈ റിസോർട്ട് മാഫിയയുടെയും നിർബന്ധ ബുദ്ധി കാരണം പല ഉദ്യോഗസ്ഥന്മാരും അവർക്ക് അനുകൂലമായ നിലപാട് കൈക്കൊള്ളാനായിട്ട് നിർബന്ധിതരായിരുന്നു. ഇത്തരത്തിൽ വളരെ വലിയ കെട്ടിട സമുച്ചയങ്ങൾ ഈ മലകളുടെയും അതുപോലെ തന്നെ ഈ ഇതുപോലെയുള്ള മലകളുടെ മുകളിൽ നടക്കുമ്പോൾ ഹെവി മെഷീൻസ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഫൗണ്ടേഷൻ വർക്കെല്ലാം ചെയ്യുമ്പോഴും അതുപോലെ തന്നെ വളരെ വലിയ ഭാരം കൂടിയിട്ടുള്ള കല്ലുകളും കോൺക്രീറ്റും ഉപയോഗിച്ച് ബഹുനില കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ അപകടത്തെപ്പറ്റി അദ്ദേഹം അന്ന് തന്നെ വിശദീകരണം ആ റിപ്പോർട്ടിൽ നൽകിയിട്ടുണ്ടായിരുന്നു. അതിന് സാധാരണക്കാർക്ക് അവിടുത്തെ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന ആളുകൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള വെയിറ്റ് കുറഞ്ഞിട്ടുള്ള തടികളും മറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഭാരം കുറഞ്ഞ രീതിയിലുള്ള നിർമ്മാണ പ്രവൃത്തികളാണ് അന്ന് അദ്ദേഹത്തിൻ്റെ ഗാഡ്ഗിലിൻ്റെ നേതൃത്വത്തിലുള്ള സമിതി ഈ മലയോര പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ഇടുക്കിയിലും അതുപോലെ തന്നെ വയനാട്ടിലുമെല്ലാം നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ആ നിർദ്ദേശങ്ങളെല്ലാം അക്ഷരാർത്ഥത്തിൽ അട്ടിമറിച്ചുകൊണ്ട് ഈ ഭൂമാഫിയക്കും അതുപോലെ തന്നെ റിസോർട്ട് മാഫിയക്കും വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ആ റിപ്പോർട്ടിനെ പാടെ തള്ളിക്കളഞ്ഞ് അദ്ദേഹത്തെ അവഹേളിച്ചും കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സമിതിയിലുണ്ടായിരുന്ന കസ്തൂരി രംഗനെ ഉപയോഗിച്ച് അവർക്ക് അനുകൂലമായിട്ടുള്ള റിസോർട്ട് മാഫിയക്ക് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഗാഡ്ഗിലിൻ്റെ റിപ്പോർട്ടിനെ പകുതിയോളം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അന്നത്തെ ഭരണകൂടങ്ങൾ ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ആ കണ്ടെത്തലുകളെയും അദ്ദേഹത്തിൻ്റെ ആ അപകട സൂചനകളെയും തള്ളിക്കളഞ്ഞത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ മറ്റൊരു നിരീക്ഷണമാണ് 50 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഡാമുകളെല്ലാം പൊളിച്ച് പുതുതായി നിർമ്മിക്കണം. അതല്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ ഇത്തരത്തിൽ അപകടം കഴിഞ്ഞതിന് ശേഷം വരുന്ന സഹായങ്ങളുമൊന്നും ഒരിക്കലും നമുക്ക് ഈ നഷ്ടങ്ങൾ നികത്താനായിട്ട് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അതൊരിക്കലും ഉതകുന്നില്ല. അപ്പോൾ ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി ഗാഡ്ഗിലിനെ പോലെ പരിസ്ഥിതി ശാസ്ത്രജ്ഞരായിട്ടുള്ള പരിസ്ഥിതിയെ പറ്റി അഗാധമായിട്ട് പഠിച്ചിട്ടുള്ള ആളുകളുടെ ഇത്തരം നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളാതെ തൽക്കാലത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പണസമ്പാദ്യത്തിന് വേണ്ടിയിട്ട് മന്ത്രിമാരും അതുപോലെ തന്നെ അവരോട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഭൂമാഫിയക്കും അതുപോലെ തന്നെ ഈ റിസോർട്ട് മാഫിയക്കും തല കുരിച്ചു കൊടുക്കുന്നതിൻ്റെ പരിണിത ഫലമായിട്ടാണ് 300ഓളം പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾക്ക് അവരുടെ ജീവിതം നഷ്ടപ്പെടാൻ കാരണമായിട്ടുള്ളത്. അപ്പോൾ അവരുടെ ആ മരണത്തിന് പ്രത്യക്ഷമായോ പരോക്ഷമായോ ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടിനും അതുപോലെ തന്നെ അവിടുത്തെ നിർമ്മാണ പ്രവൃത്തികളെ നിയന്ത്രിക്കണമെന്ന് പറഞ്ഞ ആളുകളെ പുച്ഛിച്ചു കളഞ്ഞ എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും അതുപോലെ തന്നെ നേതാക്കന്മാർക്കും മന്ത്രിമാർക്കും എല്ലാം ഈ കൊലപാതകത്തിൽ ഈ മാൻ മെയ്ഡ് ഡിസാസ്റ്റർ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഇത്തരം ഈ അപകടങ്ങളിൽ അവർക്ക് നേരിട്ട് തന്നെ അതിൽ അവർക്ക് കൈയുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഭാവിയിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിച്ച് ആ ഗാഡ്ഗിൽ റിപ്പോർട്ടിനോടനുബന്ധമായിട്ടുള്ള മറ്റ്
ഇതേ രീതിയിലുള്ള വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം അടിയന്തരമായി അവസാനിപ്പിച്ച് ആ ഭാഗങ്ങളിലെല്ലാം ക്വാറികളോ അനധികൃതമായിട്ടുള്ള മറ്റ് നിർമ്മിതികളോ ഉണ്ടെങ്കിൽ അതെല്ലാം അടിയന്തരമായി നിർത്തിവെപ്പിക്കുകയും അതുപോലെ തന്നെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഏരിയകളിൽ വീടുകൾക്ക് അനുമതി കൊടുക്കാതെ അവരെ അതിൽ ബോധവൽക്കരിച്ചുകൊണ്ട് അവരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കേണ്ടത് ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ്. അപ്പോൾ ഇത് കേന്ദ്രത്തിൻ്റെ ആയാലും കേരളത്തിൻ്റെ ആയാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിച്ചാരുമ്പോഴും ഈ അംഗങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ള അതുപോലെ മരണപ്പെട്ടു പോയ ആളുകളുടെ കുടുംബക്കാർക്ക് അതുപോലെ തന്നെ അവിടുത്തെ ആളുകൾക്ക് പരിസരവാസികൾക്കും അവിടെ താമസിച്ചിരുന്ന ആളുകൾക്കും ഒരിക്കലും ഈ പരസ്പരം പഴിച്ചാരുന്നതും അവർക്ക് കിട്ടുന്ന സഹായങ്ങളും ഒന്നും അവർക്ക് ഈ നഷ്ടം നികത്താനായിട്ട് ഒരിക്കലും അത് നഷ്ടം നികത്താനായിട്ട് സാധ്യമല്ല. അപ്പോൾ ഈ ഭാവിയിൽ ഇത്തരം വിഷയങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയെങ്കിലും നിർമ്മാണ പ്രവർത്തികളിൽ അടിയന്തരമായിട്ട് നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നുള്ളതാണ് സർക്കാരുകളുടെ മുന്നിലുള്ള ഏകപോം വഴി. അത് അവർ ഉത്തരവാദിത്തത്തോടെ നടപ്പാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ദയവായിട്ട് അത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെയും ബൈ.